വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിത നേതാക്കളെ, പ്രിയപ്പെട്ട കലാപ്രതിഭകളെ, സ്പാരൻസ 2K25ൻ്റെ ധർമ്മധന്യമായ വേദിയിൽ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രാഷ്ട്രാന്തര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ 1-ാം പതിപ്പിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാ മനുഷ്യജീവികളും സ്വാതന്ത്ര്യത്തിൽ ജനിച്ചവരുമാണെന്നും ബുദ്ധിയും മനസ്സാക്ഷിയുമുള്ളവർ പരസ്പരം സാഹോദര്യത്തോടെ പെരുമാറണം. എല്ലാ മനുഷ്യർക്കും അർഹതയായി കരുതപ്പെടുന്ന അടിസ്ഥാന അവകാശങ്ങളും സ്വാതന്ത്ര്യവും എന്നറിയപ്പെടുന്നതാണ് മനുഷ്യാവകാശം. പാരീസിൽ 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭ നടത്തിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ തുടർന്നാണ് 1950 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത്. ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആശയവിനിമയത്തിനുള്ള അവകാശം, പൗരത്വ രാഷ്ട്രീയ അവകാശം, നിയമത്തിനു മുമ്പിൽ തുല്യതക്കുള്ള അവകാശം, ഭക്ഷണക്ഷണത്തിനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, തൊഴിൽ ചെയ്യാനുള്ള അവകാശം തുടങ്ങിയ സാമ്പത്തിക സാംസ്കാരിക അവകാശങ്ങളും സ്വാതന്ത്ര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയും ജനാധിപത്യ ക്രമത്തെ ദുർബലപ്പെടുത്തുകയും സാമൂഹിക നീതി നിരാകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഇല്ലാതാകുന്നത് മനുഷ്യന്റെ അവകാശങ്ങളാണ്. പുതിയ കാലത്തെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഏറെയാണ്. ദിനേന രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് വിവിധ അന്താരാഷ്ട്ര ഏജൻസികൾ കടുത്ത ആശങ്കകളാണ് ഈയിടെയായി ഉയർത്തിയത്. വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ ജനാധിപത്യത്തിലെ ഇലക്ടഡ് സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറി എന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. പൗരസമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഭരണകൂടത്തിന് വീഴ്ചകൾ ഉണ്ടായാൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം അപഖ്യാതികൾക്ക് രാജ്യം വിധേയപ്പെടും. ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു ജീവനും മൗലികമായ അവകാശമുണ്ട്. അത് ആർക്കും ഔദാര്യമായി കണക്കാക്കാൻ സാധ്യമല്ല. ദൗർഭാഗ്യവശാൽ ഇന്നോ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് ചൊല്ലി യാഥാർത്ഥ്യമായി മാറുന്നതാണ് സത്യം. മനുഷ്യനെ ചൂഷണം ചെയ്യുകയും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ആധുനിക കാലത്തെ രാഷ്ട്രവും സമൂഹവും രൂപവൽക്കരിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യർ ഭൂമിയിൽ അധിവസിച്ചു തുടങ്ങിയിരുന്നു. അന്നു മുതൽ സ്വാതന്ത്ര്യം, സുരക്ഷാകാരം എന്നിവ നേടിയെടുക്കാനുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യത്തിൽ ഉണ്ടായിരുന്ന കാര്യം നമുക്ക് വിസ്മരിക്കാവുന്നതല്ല. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യയുടെ ബൃഹത്തായ ഭരണഘടന മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ആമുഖത്തിൽ തന്നെ പരാമർശമുണ്ടല്ലോ, പൗരന്മാർക്കുള്ള നീതിയും സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവും 2-ാം ലോക മഹായുദ്ധാനന്തരമാണ്. നാസിസത്തിന്റെയും ഫാസിസത്തിന്റെയും കാലത്തെ ഭരണകൂടങ്ങൾ മനുഷ്യന്റെ അവകാശങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. വിശുദ്ധ ഇസ്ലാം മനുഷ്യാവകാശങ്ങളെ മനുഷ്യന്റെ ഉത്തരവാദിത്തങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് മറ്റുള്ളവരെ സഹായിക്കാനും ദരിദ്രനും അർഹമായവർക്ക് അർഹമായ വിധം നൽകാനും വിശുദ്ധ ഇസ്ലാം വിശ്വാസികളോട് കൽപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിലെ ഓരോ മനുഷ്യനും തൻ്റെ കഴിവിനനുസരിച്ച് ജീവിത നിലവാരം പുലർത്താൻ അവകാശമുണ്ട്. മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നമുക്കെന്നും നിലകൊള്ളാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.